ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ടായി മക്കളെ, ഒന്നും പറയണ്ട. മലയാളികളുടെ ചരിത്രം തിരുത്തി കുറിച്ചെന്നൊക്കെ പറയില്ല. മലയാളികളുടെ ചരിത്രം തിരുത്തി കുറിച്ചു. മലയാള സിനിമ ചരിത്രം, അല്ലെങ്കിൽ മലയാള സിനിമ ലോകം തന്നെ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. നമുക്കൊക്കെ എന്ത് കിട്ടി? പത്മഭൂഷൺ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. മലയാളികൾ ഒരുപാട് ആഗ്രഹിച്ചതും മലയാളികൾ ഒരുപാട് സന്തോഷിക്കുന്ന നിമിഷവുമാണിത്. കാരണം മലയാളത്തിന്റെ മഹാനടൻക്ക് പത്മഭൂഷൺ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. പത്മഭൂഷൺ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതികളിൽ ഒന്നാണ് ഈ പത്മഭൂഷൺ അവാർഡ് എന്ന് പറയുന്നത്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമല്ല. അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മഹാഭാഗ്യം തന്നെയാണ്. കാരണം രാജ്യം ഒരു വലിയൊരു കലാകാരനെ, ഒരു കലാപ്രതിഭയെ, ഒരു നടന രാജാവിനെ, അതിൻ്റെ അംഗീകാരത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു ആദരവാണ് ഇത് പത്മഭൂഷൺ അവാർഡ് എന്ന് പറയുന്നത്. ആ അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നുമില്ല. അവാർഡിന് ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് മമ്മൂക്കാക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. മലയാളികൾ സന്തോഷിക്കണം. കാരണം മമ്മൂക്കയുടെ അഭിനയത്തിന്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ആ മമ്മൂക്ക എന്ന മജീഷ്യന് ഇപ്പൊ മമ്മൂക്ക ഓസ്കർ അവാർഡിന്റെ ആ വേദിയിൽ, അല്ലെങ്കിൽ ഓസ്കർ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു പരിപാടിയിലൊക്കെ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മമ്മൂക്കാക്ക് ഇപ്പൊ ഈ അവാർഡ് പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായത്. മമ്മൂക്കാക്ക് ഈ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കണം. അപ്പൊ മലയാളികളുടെ യശസ്, മലയാളികളുടെ അഭിമാനം വാനോളം ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു സന്ദർഭം, അല്ലെങ്കിൽ ഒരു സമയത്തിലൂടെയാണ് ഇപ്പൊ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻക്ക് ഏറ്റവും ഈ അവാർഡിന് ഏറ്റവും അർഹൻ അത് മമ്മൂക്ക തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ സിനിമ ചരിത്രത്തിൽ, അല്ലെങ്കിൽ സിനിമ അഭിനയത്തിന്റെ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ മമ്മൂക്ക എന്തുകൊണ്ടും ഈ അവാർഡിന് അർഹൻ തന്നെയാണ്. 100-ൽ 200% മമ്മൂക്ക ഈ അവാർഡിന് അർഹൻ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ മമ്മൂക്കാനെ അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ കളിയാക്കലും ട്രോളുകളും മറ്റുള്ളതൊക്കെ വിട്ടിരുന്നു. അപ്പോ അതൊക്കെ എന്തായി, കാറ്റിൽ പറത്തി, അല്ലെങ്കിൽ കാറ്റിൽ പറന്നു പോയി. ആ നനഞ്ഞ പടക്കൊക്കെ എന്തായി, തൂറ്റിപ്പോയി. മമ്മൂക്ക പത്മഭൂഷൺ അവാർഡ് ജേതാവായി മാറിയിരിക്കണം. പൊന്നാര മുത്തുമണികളെ, എന്റെ പൊന്നാര മുത്ത് മമ്മൂക്ക, 1000 അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ ലെവലിലേക്ക് മാറി ഇനിയും മലയാളികൾ ഇനിയും കാത്തിരിക്കണം മമ്മൂക്കയുടെ അഭിനയത്തിന്റെ ഓരോരോ വൈഭവം കാണാൻ വേണ്ടിയിട്ട്. മമ്മൂക്കയുടെ അഭിനയത്തിന്റെ വൈഭവം കാണാൻ വേണ്ടിയിട്ട് മലയാളികൾ, ലോക സിനിമ ആരാധകരെ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്. മമ്മൂട്ടി ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇനിയും മമ്മൂക്ക അവാർഡുകൾ, ഇനിയും ഒരുപാട് അവാർഡുകൾ മമ്മൂക്കാനെ ഇനിയും തേടിയെത്തും. മമ്മൂക്ക മലയാളികളുടെ അഭിമാനം ഇനിയും വാനോളം ഉയർത്തിക്കൊണ്ടേയിരിക്കും. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാനെ സ്നേഹിക്കാത്തവരാരുള്ളത്? മമ്മൂക്കാനെ സ്നേഹിക്കാത്തവരാരുള്ളത്? കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ അഭിനയ ലെവലും കണ്ടു കഴിഞ്ഞ ഏതൊരു മനുഷ്യനും ഈ പ്രായത്തിലും അദ്ദേഹം ജനങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കണം. അഭിനയിച്ച് അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിട്ട് ജനങ്ങൾ എന്തായി മാറി? ഈ മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? എങ്ങനെയാണ് ഇത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് പലരും എന്ത് ചെയ്യുന്നത്, ചിന്തിച്ചു പോകുന്നത്. ആശ്ചര്യപ്പെട്ടു പോവുകയാണ് അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ. നമുക്കടെ അഭിനയം കാണുമ്പോൾ പലരും ചിന്തിച്ചു പോവാണ്. അപ്പൊ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയാണ് പലതും കാണും, പല ലെവലുകളും കാണും. കാരണം അഭിനയത്തിന്റെ ഓരോരോ പാഠവങ്ങൾ മമ്മൂക്ക പുതുതലമുറക്ക്, അല്ലെങ്കിൽ മമ്മൂക്ക മറ്റുള്ളവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ
ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. ഇതാണ് അഭിനയത്തിന്റെ ലെവല്. ഈ ലെവലിൽ കൂടെ ജനങ്ങളെ എന്ത് ചെയ്യണം? സന്തോഷിപ്പിക്കണം. മലയാള സിനിമാ മേഖലയെ അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്തെ എന്നും അമ്പരപ്പിച്ചിട്ടുള്ള ഒരേ ഒരു നടൻ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയാണ്. അവാർഡും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മലയാളികളെ അല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയെ മലയാള സിനിമാ പ്രേക്ഷകരെ എന്നും അമ്പരപ്പിച്ചിട്ടുള്ള അഭിനയം കൊണ്ട് അമ്പരപ്പിച്ചിട്ടുള്ള ഒരേ ഒരു നടൻ ഉണ്ട് എങ്കിൽ അത് മമ്മൂക്കയാണ്. അത് പരമമായ സത്യം. ഇനി അവാർഡുകൾ ഒരുപാട് വാങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കാരണം ഈ 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് സ്വീകരിക്കുന്ന ചടങ്ങിലാണ് മമ്മൂക്കാക്ക് എന്ത് അവാർഡിന്റെ കാര്യം വന്നത്. അവാർഡ് ഉണ്ട്, പത്മഭൂഷൺ അവാർഡ് മമ്മൂക്കാക്ക് ഉണ്ട് എന്നുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഇന്ന് ആ വാർത്ത അറിഞ്ഞത്. നമുക്ക് പറഞ്ഞ മറുപടി എന്താ? ഒരുപാട് സന്തോഷം. ഈ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു എന്നല്ല നമുക്ക് പറഞ്ഞത്. അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും മമ്മൂക്കാടെ അഭിനയം നന്നാവാൻ വേണ്ടി ആ മമ്മൂക്ക എന്ത് ചെയ്യും? പരിശ്രമിക്കുമെന്നാണ്. മമ്മൂക്കാടെ അഭിനയം ഇനിയും നന്നാക്കാൻ വേണ്ടി മമ്മൂക്ക പരിശ്രമിക്കും. ഇനിയും നല്ല നല്ല സിനിമകൾ നിങ്ങൾക്ക് തരും. നല്ല നല്ല വേഷങ്ങൾ നിങ്ങൾ ഇനിയും കാണുമെന്നാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ എല്ലാം തികഞ്ഞു എന്നല്ല, പക്ഷെ ആ മനുഷ്യൻ എല്ലാം തികഞ്ഞ മനുഷ്യനാണ്. കാരണം അഭിനയത്തിന്റെ മഹാകുലപതിയാണ്. താരരാജാവ് എന്നൊക്കെ പറയില്ല, അഭിനയത്തിന്റെ ചക്രവർത്തി. ആ ലെവലിലേക്ക് ഉയർന്ന മനുഷ്യൻ വളരെ സൗമ്യതയോടെ അല്ലെങ്കിൽ വളരെ താഴ്മയോടെ ജനങ്ങളോട്, അദ്ദേഹത്തിന്റെ പ്രേക്ഷകരോട്, മലയാളികളോട് പറയാണ്, ഇനിയും നിങ്ങൾക്ക് ഞാൻ അഭിനയത്തിന്റെ മാസ്മരികത അഭിനയിച്ച് നിങ്ങൾക്ക് ഇനിയും ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്ത് കാണിച്ചു തരുമെന്നാണ് മമ്മൂക്ക പറയുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ റേഞ്ച് നോക്ക്. മനുഷ്യന്റെ ആ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന്റെ റേഞ്ച് നോക്ക്. ഒരു അഹങ്കാരവുമില്ലാത്ത, ആരജാടയുമില്ലാത്ത ഒരു താരരാജാവ്. അതാണ് മെഗാസ്റ്റാർ മമ്മൂക്ക. അപ്പൊ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.